ലോകത്തുള്ള ജനങ്ങളൊക്കെയും കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരക്കെഴുന്നേറ്റ് ഞാൻ ഒറ്റയ്ക്ക് എന്റെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിപ്പോയി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എന്തിനാണ് ഇത് പ്രത്യേകം എടുത്തുദ്ധരിച്ചത്? സൽക്കർമ്മം വേണം എന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനം ഇല്ല, മറിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പ്രയോജനം ഉള്ളത്. റമദാനിന്റെ കുറെ മഹത്വം നമ്മളിങ്ങനെ കേട്ടു, കുറെ ഉറുതി കേട്ടു, വാത് കേട്ടു, അല്ലെങ്കിൽ വാത് പറയുന്നവൻ വാത് പറഞ്ഞു. അവന്റെ ജീവിതത്തിൽ ആ റമദാൻ വന്നിട്ടൊരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ കേട്ടതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും എന്താണ് കാര്യം സഹോദരന്മാരെ? അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. ഈ സാധുവങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. ഞാനിതിനു മുമ്പ് ഉണർത്തിയില്ലേ, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തുദ്ധരിച്ചത് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ ചെയ്യണം. തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ നാവ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ നാവ് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ മുഅ്മിനും മറ്റൊരു മുഅ്മിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥിക്കലായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ നാവാണ്, അപ്പോൾ ആ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത നാവുകളെ കൊണ്ട് അഥവാ പരസ്പരം ഓരോരുത്തരും സൽക്കർമ്മികളാകാൻ, പടച്ച റബ്ബിന്റെ പക്കൽ നിന്ന് തൗഫീഖ് ലഭിക്കാൻ, നന്മക്ക് വേണ്ടിയുള്ള ഭാഗ്യം ലഭിക്കാൻ പരസ്പരം പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ കടന്നുവന്നു. റമദാനു ശരീഫ്, നോമ്പ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളുമായി വ്യത്യാസമുണ്ട്. സാധാരണ ഏത് മാസവും ഖാദിമാരുടെ അടുക്കൽ സ്ഥിരപ്പെടണമെങ്കിൽ അതിന് 2 സാക്ഷികൾ വേണം. അത് പുരുഷന്മാരായിരിക്കണം, സ്വതന്ത്രരായിരിക്കണം, കുറെ നിബന്ധനകൾ ഉണ്ട്. എന്നാൽ റമദാൻ ശരീഫിന് 2 സാക്ഷി വേണ്ട, മറിച്ച് ഒറ്റ മനുഷ്യൻ സാക്ഷി പറഞ്ഞാൽ തന്നെ ഒരു ഖാദിക്ക് വിധിക്കാം. പക്ഷേ ഖാദി വിധിക്കണമെങ്കിൽ പുരുഷനായിരിക്കണം. സ്ത്രീ മാസം കണ്ടിട്ട് പറഞ്ഞാൽ ഖാദിക്ക് ആ സ്ത്രീ പറഞ്ഞത് വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും റമദാൻ ആയി എന്ന് വിധിക്കാൻ നിവൃത്തിയില്ല. അയാൾക്കത് വിശ്വസിക്കാം, അംഗീകരിക്കാം എന്ന് മാത്രം, വിധിക്കാൻ നിവൃത്തിയില്ല. ഓരോ നിയമങ്ങളാണ്, അതിന് നിയമം അങ്ങനെയാണ്. പരിശുദ്ധ റമദാനിന് ഒരൊറ്റ മനുഷ്യൻ വന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം സാക്ഷിക്ക് പറ്റുന്ന ആളാണെങ്കിൽ ഖാദി വിധിക്കണം. അതുപോലെ ഖാദി വിധിച്ചാൽ എല്ലാവരും നോമ്പെടുക്കണം. ഇനി ഒരു ഖാദി നോമ്പ് വിധിക്കുന്നില്ലെങ്കിലോ, എന്നാ പിന്നെ ഖാദി കുറച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നോമ്പെടുക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഖാദി വിധിച്ചാലും വിധിച്ചില്ലെങ്കിൽ നോമ്പ് നമ്മൾ എടുക്കണം. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. ഖാദിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അയാൾ വിധിക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് റമദാൻ ശരീഫിന്റെ മാസം കണ്ടു എന്ന് പറയുന്നു, ആ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഒരാൾ കണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ട് അത് അനിഷേധ്യമായ വിധത്തിൽ നമുക്ക് തെളിയുന്നു. അവിടെ ഫതുൽ മുഈൻ പറഞ്ഞു വലൗ മിൻ കുഫാരിൻ, റിപ്പോർട്ട് പറയുന്നവർ കാഫിരികളാണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തും അറിയപ്പെട്ട നിലക്ക് എല്ലാവരും പറയുന്നു മാസം കണ്ടു എന്നുള്ള റിപ്പോർട്ട് പറയുന്നു. അങ്ങനെ റേഡിയോയിലും പറയുന്നു, ടെലിഫോണിലും പറയുന്നു, ടെലിവിഷനിലും പറയുന്നു, പത്രത്തിലും വരുന്നു. ഇതൊക്കെ ആയിട്ട് കാലി വെച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ കളിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതാണ് ഫതുൽ മുഈൻ പറഞ്ഞു അൽ ഖബറുൽ മുതവാതിറു, അവരെല്ലാവരും കൂടി കള്ളം പറയുക എന്നത് സംഭവിക്കാൻ സാധ്യതയില്ല. ആ നിലക്കുള്ള എണ്ണം ആളുകൾ മാസം കണ്ട വിവരം പറയുകയാണെങ്കിൽ അത് വലൗ മിൻ കുഫാരിൻ, അത് മുസ്ലിങ്ങൾ തന്നെയാകണം എന്നില്ല, അമുസ്ലിമീങ്ങൾ തന്നെയാണെങ്കിലും അങ്ങനെ അറിയപ്പെട്ടു കഴിഞ്ഞാൽ നോമ്പെടുക്കൽ നിർബന്ധമായി. അവിടെ തന്നെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു നോമ്പെടുക്കൽ അങ്ങനെയും വേണമെന്നില്ല. വബിളന്നി ദുഖൂലിഹി ബിൽ അമാറത്തി ളാഹിറത്തിൽ മുഅ്താദ, സാധാരണ നിലക്കുള്ള അടയാളങ്ങൾ കൊണ്ട് റമദാനായി എന്ന് നമുക്ക് ബോധ്യം വരുന്നു. ഉറപ്പ്
ഉറപ്പിങ് കിട്ടിയിട്ടില്ല, ബോധ്യം വരുന്നു. ഈ ബോധ്യം വരലും ഉറപ്പും തമ്മിലുള്ള വ്യത്യാസം. നല്ല സുഖം ഉണ്ടാവും ഇപ്പൊ ഉറങ്ങാൻ കേട്ടോ. അതുകൊണ്ട് ഉറപ്പൊക്കെ ഞങ്ങളെല്ലാം ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തും. കാരണം എന്നിട്ട് ഇരിക്കാൻ പറയും. ഇങ്ങനെയാണല്ലോ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ ഉറപ്പൊക്കെയാൽ കൊന്നു തന്നെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തും, എന്നിട്ട് ഇരിക്കാൻ പറയും. അത് അവരെ ഗുണത്തിന് വേണ്ടിയല്ല, കുട്ടികളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. അതുപോലെ ചിലപ്പോൾ നിങ്ങളോടും പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്താതെ തന്നെ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ നല്ലത് ഉറപ്പ് നോക്കാതിരിക്കണം. അവർക്ക് തൂക്കുന്ന ആളെ വല്ലതും എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഇരുന്നാൽ മതി. പഠിക്കാനും മനസ്സിലാക്കാൻ തന്നെയാണല്ലോ പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഉറപ്പ് പോകുന്നതിനെ വല്ലതും എണ്ണീറ്റ് അവിടെ ഇരിക്കുക, അപ്പൊ ഉറക്കം കണ്ടു പോകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് വന്നു എന്ന് പറഞ്ഞാല് അത് എന്താണ്? ഇപ്പൊ കിതാബിൽ ഫതഹുൽ മുഈനിൽ കാണും, നമ്മൾ മനായിരിക്കുന്ന സമയത്ത്, ശൗചം ചെയ്യുന്ന സമയത്ത് ആ നജസുള്ള സ്ഥലം വൃത്തിയായി എന്നുള്ള വന്നു മതി, ഉറപ്പുവാണോ ഇല്ല എന്ന് പറഞ്ഞാല് മനാരിച്ചിട്ട് വൃത്തിയായി ഒരു ഉറപ്പൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോവാന്ന് അതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഇങ്ങനെ തൊട്ട് മണത്തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഉറപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ട് മണത്തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നമുക്ക് ഉണ്ടാവുമല്ലോ ധാരണ, ശുദ്ധിയായിട്ടുണ്ടാവും, ആ ധാരണ മതിയാണ്. അതുപോലെ ഒന്നു കൊടുക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ പുറത്ത് വെള്ളമായി, നമ്മൾ കുളിക്കുമ്പോ പുറത്ത് വെള്ളമായിട്ടുണ്ടോ, അത് നമുക്ക് ഉറപ്പിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു പുറത്തിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ കാണൂല, പിന്നെ ഒരു കണ്ണാടിയോ മറ്റോ വെച്ചിട്ടുള്ള കൂടി നോക്കണം വെള്ളമായിട്ടുണ്ടോ. അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ല. നമ്മൾ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടെ വെള്ളത്തിണ്ടാവുന്ന ഉറപ്പ് തന്നെയാണ്. ആ ഈ ഉറപ്പിനാണ് എന്ന് പറഞ്ഞു. അതാണ് ഉറപ്പും വെന്നും തമ്മിൽ, യഖീനും വെന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഉറപ്പ് അതിപ്പോ അങ്ങനെ ഉറപ്പിക്കാൻ ഇപ്പൊ ഒരാളല്ല, 100 കണ്ടു തന്നെ മാസം 100 കള്ളത്തരം പറഞ്ഞാണെങ്കിലോ പിന്നെയും സംശയം ബാക്കിയല്ലേ. അങ്ങനെയുള്ള പിന്നെ ദുനിയാവിൽ ഒന്നും നടക്കൂല. ഒരാൾക്ക് നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതി, അപ്പൊ അയാൾക്ക് ഒരു സംശയം, ആൾക്കാർ തുറന്നില്ലേ ഞാൻ എന്താ ചെയ്യാം, ഒരു സംശയം. അങ്ങനെ സംശയിച്ചാ പിന്നെ ആർക്കെങ്കിലും ഇമാമായിട്ട് എന്ന് കരുതാൻ പറ്റുമോ? ഇതുപോലെ തന്നെ ഇമാമ നിസ്കരിക്കുമ്പോ ഇമാമിന് സുജൂദിലൊരു സംശയം, ബേക്ക് നല്ലൊരു ഉണ്ണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാം, അല്ലെ മാമുമയൊക്കെ ഒരു സംശയം, ഇമാമു ഒന്നും നിന്നീറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ആക്കുക. ഇങ്ങനൊക്കെ സംശയത്തിന് അതിനൊന്നും വിലയില്ല. നേരിൽ ഉറപ്പുണ്ടോ ഇയാൾ എണീറ്റ് പോകില്ലാന്ന്? ഉറപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ തീരുമാനിക്കുക അയാൾ അങ്ങനെ പോവുകയാണെങ്കിലോ? പണ്ട് നമ്മള് ജാതിരിക്കാരൊന്നും വലിയൊരു ആലിമുണ്ടായിരുന്നു പഴയ കാലത്ത്, അല്ലാഹു തആല അവിടുത്തെ ദർജനേറ്റി കൊടുക്കട്ടെ. അപ്പൊ മൂപ്പർ ഇങ്ങനെ ബാർബർ ഷാപ്പിൽ നിന്ന് ഇങ്ങനെ താടി ഒപ്പിക്കുമ്പോ മോനെ പേടിയായിരുന്നു. അപ്പൊ ബാർബർ ചോദിച്ചു, അതിനാ ഞങ്ങളെ പേടിയായിരുന്നു? അത് കത്തി ഇപ്പൊ എന്റെ കഴുത്തിന്റെ അടുത്തല്ലേ ഉള്ളത്, അതുകൊണ്ട് പേടിയാണ്. അപ്പൊ എനിക്കെന്താ ഭ്രാന്താണോന്ന് ചോദിച്ചു. എനിക്കിപ്പം തുടങ്ങുകയാണെങ്കിലോ എന്ന് ചോദിച്ചു മൂപ്പര്. അപ്പൊ അങ്ങനെ സംശയം ഉണ്ടായിരുന്ന പിന്നെ ലോകത്ത് യാതൊരു സംഗതിയും ചെയ്യാൻ കഴിയില്ല. അപ്പൊ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പിനാണ്. അപ്പൊ അതങ്ങനെ അടയാളങ്ങളെ കൊണ്ടുള്ള ഭാവന, അടയാളം. അതിന് പണ്ഡിതന്മാർ ഫതുഹുൽ മുഈനിൽ പറഞ്ഞു, സാധാരണ നിലക്ക് റമദാനായാല് സാധാരണ കത്തിക്കുന്ന കുറെ വിളക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ കത്തിക്കാണെന്ന് എന്നാ റമദാനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ റമദാനായാലും വെന്തും മുട്ടിപ്പോലുണ്ട്. റമദാനായാലും ഒട്ടാകെ അത്തായം മുട്ടുക എന്നൊരു പരിപാടി. അപ്പൊ ഇങ്ങനെ മുട്ടിപ്പോമാ അത്തായം മുട്ടുന്നുണ്ട്, എന്നാ റമദാനായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ചങ്ങായിക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം മുട്ടി നമ്മളെ പറ്റിച്ചുവിടാന്നുണ്ടോ? അങ്ങനെ സാധാരണ നടക്കലില്ലല്ലോ. അപ്പൊ സാധാരണ നിലക്കുള്ള അടയാളങ്ങൾ കിട്ടിയാൽ വരെ നോമ്പെടുക്കണം എന്നാണ്. അവിടെ പിന്നെ കാതി ഉറപ്പിക്കണം അങ്ങനെയില്ല, കാതി ഉറപ്പിക്കണ്ടെന്നല്ല. കാതി ഉറപ്പിച്ചാൽ എല്ലാവരും നോമ്പെടുക്കണം, അത് വേറെ വിഷയം. ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ നോമ്പെടുക്കണം.